Welcome to the channel Swastha Foods. ഹായ് everyone, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അവിയലാണ്. അപ്പോൾ മലയാളിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ് അവിയൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു പീസ് ചേനയാണ്. പിന്നെ എടുത്തേക്കുന്നത് ഒരു നേന്ത്രക്കായ, ഏത്തയ്ക്ക ഒരെണ്ണം. പിന്നെ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പടവലങ്ങയുടെ ഒരു പകുതി, ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി, 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 നീള പയറുണ്ടല്ലോ, പയറെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തൊലിയെ കളഞ്ഞിട്ട് നല്ലോണം കഴുകി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ അവിയൽ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചേനയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അവിയലിന് എപ്പോഴും വളരെ നീളത്തിലാണ് കഷ്ണങ്ങൾ അരിയുന്നത്. ഇവിടെ ചേന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കാം ആദ്യമേ. പിന്നെ എടുത്തിരിക്കുന്ന പച്ചക്കായ, ഏത്തയ്ക്ക അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്ന ക്യാരറ്റ് അരിഞ്ഞത്, വെള്ളരിക്ക അരിഞ്ഞത്, പയറരിഞ്ഞത്, പടവലങ്ങ അരിഞ്ഞത്. പിന്നെ എടുത്തേക്കുന്ന മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്ക അവിയലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വെജിറ്റബിളാണ്. പിന്നെ 5 പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1 ടീസ്പൂൺ ജീരകവും. ഇതൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട, നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അരയ്ക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് പുളിയാണ്. ഇതിൽ ടാമറിൻ ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ പുളിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞെടുക്കാം. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഇവിടെ വെജിറ്റബിളൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടാമറിൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. അരപ്പ് നല്ലോണം ചൂടാക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കാണ് ഇവിടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.